ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു പേര് ഇപ്പോൾ ഹെഡ്ഗേവാറിൻ്റെയാണ്. പാലക്കാട് നഗരസഭ അവിടെ ഈ അംഗപരിമിതിയുള്ളവർക്ക് വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കുന്നു. അതിന് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നു. രാജ്യത്തെന്തോ വലിയ കുഴപ്പം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് വിവാദം. അവിടെ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ കല്ലിടിയിൽ നടത്തിക്കില്ല എന്ന് ഇടതും വലതും എല്ലാം കൂടെ ബഹളം. ഇപ്പോൾ ദാ കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിലെ കുടമാറ്റം, പൂരം, അതിനകത്ത് നവോത്ഥാന നായകർ എന്ന് പറഞ്ഞ അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനാരായണ ഗുരുദേവൻ ഇവരെയൊക്കെ കാണിച്ച കൂട്ടത്തിൽ ഹെഡ്ഗേവാറിൻ്റെ ചിത്രവും കുടമാറ്റത്തിൽ കാണിച്ചു. കേസെടുക്കണമെന്ന് DYFI പറയുന്നു, CPM പറയുന്നു, കോൺഗ്രസ് പറയുന്നു. ഹെഡ്ഗേവാർ ഇത്ര വലിയ കുഴപ്പക്കാരനാണ്? ഹെഡ്ഗേവാർ കുഴപ്പക്കാരനാണ് ഒന്നുമല്ല. ഈ വിവാദം പക്ഷേ അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പഴയ തലമുറയിലെ RSSകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ ഒരു പക്ഷേ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാവുന്ന RSSകാരാണ്. രണ്ടാം തലമുറ RSSൻ്റെ. ഫസ്റ്റ് ജനറേഷൻ ഡയറക്റ്റ് ഹെഡ്ഗേവാറുമായിട്ട് ബന്ധമുണ്ടായിരുന്നവർ, പിന്നെ ഗുരുജിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നവർ, പ്രചാരകരായവർ ആകാഞ്ഞവരൊക്കെ അതിൻ്റെ അടുത്തുള്ള ജനറേഷനാണ് ഞങ്ങൾ. ഞാനും എന്നെപ്പോലുള്ളവരും ഡോക്ടർ ജിയെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ ഗുരുജിയെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ തീരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് ഇൻറ്ററാക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് അഹങ്കാരമായി പോകും. ഇൻറ്ററാക്ട് ചെയ്യാനുള്ള വലിപ്പമൊന്നും ഞങ്ങൾക്ക് ആയിട്ടില്ല ആ സമയത്ത്. എനിക്ക് ഒട്ടുമായിട്ടില്ല. ബട്ട് കണ്ടിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെ തൊട്ടിട്ടുണ്ട്, ഞാൻ പോയി തൊടുകയില്ല. കൊച്ചു പയ്യനായതുകൊണ്ട് ഇങ്ങനെ തലയിൽ കൈവച്ച് പേരെന്താന്നൊക്കെ ചോദിച്ച് അങ്ങനെ പോകുന്നു. ആ ഒരു സ്റ്റൈൽ. അന്നത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് അത് ശരി ഇത് തെറ്റെന്നല്ല ഞാൻ പറയുന്നു. അന്നത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്ഗേവാറിൻ്റെ പേരിടുക, ഹെഡ്ഗേവാറിൻ്റെ ഫോട്ടോ കുടമാറ്റത്തിന് ഉപയോഗിക്കുക, ഇതൊന്നും ഒരു സംഘസ്വഭാവമായിരുന്നില്ല. കേരളത്തെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാ പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവം, നിരന്തരം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് പിടികൂടില്ല. അത് അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരം സംഘർഷമാണ് വർഷത്തിലെ. അപ്പോൾ പാകിസ്ഥാൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടും, നമ്മുടെ സ്വഭാവം അവർക്കും കിട്ടും. ഇപ്പോൾ കേരളത്തിൽ കാര്യാലയം എന്നുള്ള പേര് സംഭാവന ചെയ്തത് RSS ആണ്. ബട്ട് RSS ആണെന്ന് ആർക്കും അറിയില്ല, RSS അറിയിക്കാനും പോകാറില്ല. ബട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം എന്നൊക്കെ പറഞ്ഞിട്ട് പേര് വരാൻ തുടങ്ങി. നഗർ എന്നുള്ള വാക്ക് RSSൻ്റെ സ്വഭാവമാണ്. ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ സർ സയ്യദ് നഗർ എന്നിവരെ പേര്. ഈ നഗർ RSSൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞ് ചെണ്ട കൊട്ടിയിരുന്നെങ്കിൽ ആ നഗർ അവർ തൊടുകില്ല. അതെ അതെ, അവർ തുടരണമെന്ന് വിചാരിച്ചിട്ടല്ല ഇത് ചെയ്തത്. വാസ്തവത്തിൽ ഉത്തരേന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്ക് സ്വാഭാവികമായിട്ട് കേരളത്തിലേക്ക് അങ്ങ് കയറി വരികയായിരുന്നു. അതുപോലെയാണ് ഈ ചുരിദാർ എന്ന വസ്ത്രം. ഇതെങ്ങനെ കയറി വന്നു, എപ്പോൾ കയറി വന്നു കേരളത്തിൽ? ഒരു ദിവസം വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ തിങ്. അപ്പോൾ ഇങ്ങനെ ഈ സംസ്കാരത്തിൻ്റെ കൊള്ളക്കൊടുക്ക മനഃപൂർവ്വമായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വിപരീത ഫലമുണ്ടാക്കും. ഹെഡ്ഗേവാറിൻ്റെ മൊത്തം ഭാരതത്തിൽ ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 30 വർഷത്തിൽ കൂടുതലായി ഗുജറാത്ത് ഭരിക്കുന്നു, എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. അവിടെയൊക്കെ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ എന്ത് ബിൽഡിംഗ് ഉണ്ട്? ഐ ഡോണ്ട് തിങ്ക് സോ. ഏതോ മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ ഇതുപോലെ പഞ്ചായത്തിലെ എന്തോ ഒരു ബിൽഡിങ്, അങ്ങനെ എന്തോ ഒരു സാധനത്തിന് അതൊരു വിഷയം ആയിട്ട് പറഞ്ഞു വരുന്നത് ഇത് ആവശ്യമില്ലാത്തൊരു നടപടിയായി പോയി എന്നാണോ? പഴയ തലമുറയിലെ RSSകാരായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നാണ്. ഇപ്പം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാനിപ്പോൾ ലൈവ് അതിൻ്റെ പ്രവർത്തനത്തിലോ ചുമതലയിലോ ഒന്നുമില്ല. ബട്ട് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഗുസ്തി പിടിച്ച് അവരുടെ ഒരു സ്വഭാവം ഇങ്ങോട്ട് പടർന്നിട്ടുണ്ട്. അല്ല, അതിനും ഒരു മറുവശമില്ലേ? ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, നെഹ്റുവിൻ്റെ പേരിൽ, അല്ലെങ്കിൽ AKGയുടെ പേരിൽ ഇങ്ങനെ നാട്ടിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ഓർമ്മിക്കപ്പെടാൻ മാത്രം സംഭവങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ദേശീയ ബോധമുള്ള, ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളുകളെ വിസ്മരിക്കാൻ
വിസ്മരിക്കപ്പെടുന്ന ഒരു കാലത്ത് അവരുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ഇപ്പോൾ ഹെഡ് ഗേവാറിനെ കുറിച്ച് പറയുമ്പോൾ, ഗുരുജിയെക്കുറിച്ച് പോകുമ്പോൾ, കേരളത്തിലെ ചെറുപ്പക്കാരിൽ ഒരു 25 വയസ്സ് വരെ 18-നും 25-നും വയസ്സിന് പ്രായമുള്ള എത്ര പേർക്കറിയാം? അത് ഈ കാര്യം കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ വഴക്കുകൊണ്ട് പറ്റില്ലേ? ഇപ്പോൾ ഹെഡ് ഗേവാർ ആരാണ്? ഹെഡ് ഗേവാർ എന്ന് കുറച്ച് പേര് ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കുമല്ലോ. ഒരു സംഭവകഥ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള റോഡ്, അതായത് ശ്രീവരാഹം ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോകുന്ന ആ ജംഗ്ഷൻ മുതൽ ഫോർട്ട് ഹോസ്പിറ്റൽ വരെ, SP ഫോർട്ട് ഹോസ്പിറ്റൽ വരെ, അതിന് ഹെഡ് ഗേവാർ റോഡ് എന്ന് പേരിട്ടു. ഇപ്പോഴെല്ലാം 90s-ലാണ്, 97-98 ഒരു കോൺക്രീറ്റ് കൊണ്ട് ഡോക്ടർ ഹെഡ് ഗേവാർ റോഡ് എന്ന് എഴുതി വെച്ചു. അപ്പോൾ അതിലെയാണ് പരമേശ്വർജി സ്ഥിരം നടക്കാറുള്ളത് വെളുപ്പിന്. അപ്പോൾ അന്ന് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെന്ത് പരിപാടിയാണ്, ആര് ചെയ്തു ഇത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്നൊക്കെ പേരിടുക എന്ന് പറയുന്ന കോർപ്പറേഷനും ഇവരും കൂടെ ചെയ്യുന്നതാണ്. ഞാനും കണ്ടു ആ സാധനം. പരമേശ്വർ പറഞ്ഞു, നാളെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും, ആ ഹെഡ് ഗേവാർ റോഡിൽ കാല് കുത്താൻ നിർവാഹമില്ല എന്ന് പറയും. ഹെഡ് ഗേവാർ റോഡിൽ പോവല്ലേ, നമുക്ക് ഈ വശത്തൂടെ പോകാമെന്ന് പറയും. ചുരുക്കത്തിൽ ഹെഡ് ഗേവാർ ഒരു മോശമായി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞു, ഞാനല്ല, എനിക്കതിൽ യാതൊരു സേയുമില്ല. എന്ത് വൈകിയോട്ടെ, പരമേശ്വരജി പിന്നെ ആരോടും സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ ഫോർട്ട് ഹൈസ്കൂളിൻ്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട് തെക്ക് വശത്തായിട്ട്, SP ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ വടക്ക് വശത്ത്. അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആൾക്കാർ ചവറിടാൻ തുടങ്ങി. ഒരാൾ ഒരു പൊതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തനിയെ വന്നോളൂ എന്ന് പറഞ്ഞാൽ അത് കൂനയാകുമല്ലോ. അതെല്ലാം കൂടെ ഒരു ദിവസം ആരോ വൃത്തിയാക്കിയിട്ട് ഒരു കയറ് കെട്ടി, ഇവിടെ ചവർ ഇടരുത് RSS എന്ന് എഴുതി വെച്ചു. അന്നും എനിക്ക് ചീത്ത വിളി കേട്ടു. പരമേശ്വരി എന്നോട് ക്ഷോഭിച്ചു, ഇവിടെ ചവർ ഇടരുത് എന്ന് പറയാൻ RSS ആരാ? മാത്രമല്ല, ഇവിടെ ചവർ ഇടൂ എന്ന് പറയേണ്ട ചുമതലയുള്ളവരല്ലേ RSSകാർ. ഇവിടെ ചവറിടൂ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം. നിങ്ങൾക്കിത് ഇടാനൊരു സ്ഥലമില്ല, നിങ്ങൾ വിഷമിക്കുന്നു, അതാണല്ലോ പ്രശ്നം. ഇവിടെ ഇട്ടോ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം ഡെയിലി. ഇത് പറയുന്നവനാണ് സ്വയം സേവകൻ. അല്ലാതെ ഇവിടെ ഇടരുത് എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുക, പിന്നെ എവിടെ ഇടണമെന്ന് അവർക്കറിയില്ല. അവർ ഈ കയറ് കെട്ടിയതിൻ്റെ പുറത്ത്, ആ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് സ്ഥിരം ഞാൻ കയറുന്നത്. എല്ലാവരും ആ കയറ് അതിർത്തിയായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് ഏകദേശം റോഡിലേക്കായിട്ട് ഇട്ട് ബസ് കയറി ആ ചവർ അപ്രദേശം മുഴുവനായി. പരമേശ്വരി ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ കയറ് കെട്ടിയ സ്ഥലത്ത് ആരും ഇട്ടിട്ടില്ല, നിങ്ങളെ പേടിച്ചിട്ടാണ്. നിങ്ങളെ സമൂഹം ഭയക്കുന്ന ഒരു ദിവസം വരരുത് എന്നാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സമൂഹം സ്നേഹിക്കണം, പക്ഷേ ഇപ്പം നിങ്ങളെ ഭയമാണ്. നിങ്ങൾ കയറിനപ്പുറത്തേക്ക് ഇട്ടില്ലപ്പാ, ഞങ്ങളതിനിപ്പുറത്ത് ഇട്ടോളാം. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺപോപ്പുലർ കാര്യമാണെന്ന് ഞാനിപ്പോൾ ആലോചിക്കരുത്. നമ്മൾ മുമ്പൊരിക്കലും ചർച്ച ചെയ്തില്ലേ തന്തവൈബിനെ കുറിച്ച്? TG പറയുന്ന ഒരുമാതിരി തന്തവൈബാണെന്നാണല്ലോ പറയും. അല്ല, അത് പറയുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇക്വേഷൻ തലയിൽ കയറിയിട്ടാണ്. എവറി പാർട്ടി ഈസ് എ മാർക്സിസ്റ്റ് പാർട്ടി എക്സെപ്റ്റ് ഫോർ ദെയർ ഫ്ലാഗ് ആൻഡ് സംതിങ് എൽസ്. ബാക്കി സംഘടനാപരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവരും അനുകരിക്കുന്നു. അതാണ് ശരി എന്ന് വിചാരിക്കുന്നു. അവർ കൊന്നു, അതുകൊണ്ട് ഞാൻ കൊന്നു. അവർ കെട്ടിടം വെച്ച് സ്റ്റാലിൻ്റെ പേരിട്ടു, ഞാൻ കെട്ടിടം വെച്ചിട്ട് ഹെഡ് ഗേവാറിൻ്റെ പേരിടുന്നു. വാട്ട് ഈസ് ദി ഡിഫറൻസ്? ഞാനൊന്ന് വിയോജിക്കട്ടെ. കാരണം ഇത് TG പറയുന്നത് സൈദ്ധാന്തികമായിട്ടൊക്കെ ഒരു കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമാണ്. പ്രായോഗിക വശം അങ്ങനെയല്ല. കേരളത്തിലാണെങ്കിലും ഈ പറയുന്ന സംഘപ്രസ്ഥാനങ്ങളൊക്കെ ആണെങ്കിലും ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അതിശക്തമായി നടക്കുന്നുണ്ട്. ഇതിനെ പലപ്പോഴും അതിൻ്റെ ലെവലിൽ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പലപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നുണ്ട്, അതിനെ മറികടന്നു പോകാൻ പറ്റുന്നില്ല എന്ന് TGയും സമ്മതിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ദേശീയതയുടെ ഭാഗമായി നിൽക്കുകയും ഒരു വലിയ അഖണ്ഡ ഭാരതം എന്നുള്ള ആശയമൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ആളുകളെ അറിയാതിരിക്കുന്നൊരു തലമുറ ഉണ്ട്. അപ്പോൾ അറിയിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ചേട്ടാ? അറിയിക്കാൻ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. വഴക്കുണ്ടാക്കി അറിയപ്പെടുന്നത് ഒരു നെഗറ്റീവ് ഏർപ്പാടാണ്. കാരണം നിങ്ങളൊരു വഴക്കുണ്ടാക്കുന്നു ഹെഡ് ഗേവാറിൻ്റെ പേരിൽ.
ഹെഡ്ഗേവാർ ആരാണെന്ന് സെർച്ച് ചെയ്ത് എല്ലാവരും കണ്ടുപിടിക്കുന്നു. യു നോ ഹൗ മെനി നെഗറ്റീവ് തിങ്സ് ആർ അബൌട്ട് ഹെഡ്ഗേവാർ ഇൻ ദ ഇൻ്റർനെറ്റ്. സോ മെനി തിങ്സ് ആർ ദർ. ഈ ഹെഡ്ഗേവാറിൻ്റെ എതിരാളികൾ മിണ്ടാതിരിക്കുന്നതല്ല. അവരിതിനു മുമ്പ് തന്നെ ഗജകണ്ഠൻ ലേഖനങ്ങൾ സംഗതിയൊക്കെ ഹെഡ്ഗേവാറിനെ പറ്റി അതും ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. അതും ഇയാൾ വായിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇത്രയും കാലം ഈ പറഞ്ഞ രൂക്ഷമായിട്ട് കമ്മ്യൂണിസവും സംഘപരിവാറും തമ്മിൽ ഏറ്റുമുട്ടി. ഹൂ ഈസ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ? ഹെഡ്ഗേവാറിൻ്റെ ആൾക്കാരാണോ അതോ മാർക്സിൻ്റെ ആൾക്കാരാണോ? ഹെഡ്ഗേവാറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഒരു കോർണറിൽ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ വിജയം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഹെഡ്ഗേവാറിൻ്റെ പരാജയമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയാണ്? നിങ്ങൾക്ക് രാഷ്ട്രീയ വിജയം മാത്രമാണ് കിട്ടാത്തത്. ഇന്ന് കേരളത്തിൽ ഹിന്ദു മൈൻഡുള്ളവരുടെ എണ്ണം, അവർ BJP വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഹിന്ദു മൈൻഡുള്ളവരുടെ എണ്ണം വർദ്ധിച്ചാണോ വരുന്നത്? വർദ്ധിച്ചാണ് വരുന്നത്. നിമിഷം വർദ്ധിക്കുന്നു ആണല്ലോ. അത് ഏതെങ്കിലും കെട്ടിടം വെച്ചിട്ടാണോ? അത് ഞാൻ സമ്മതിച്ചു. ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇപ്പോൾ പുതിയ കാലത്തിലെ പുതിയ തലമുറ ഒരു കെട്ടിടത്തിന് ആ പേരിടാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഒരു നമുക്ക് സ്വാധീനമുള്ള ഒരു ക്ഷേത്രോത്സവത്തിൽ നവോത്ഥാന നായകരെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഒരു നവോത്ഥാന നായകനാണ് ഹെഡ്ഗേവാർ, ഡോക്ടർ ജി എന്ന് കണ്ടിട്ട് ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചാൽ അത് രാജ്യദ്രോഹമാണ്, കേസെടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി എന്താ? അല്ല, അത് അവരുടെ ആവശ്യം. ഏത് കാര്യത്തിനും കേസെടുക്കാം, പോലീസ് അവരുടെ കയ്യിലാണ്, FIR അങ്ങനെ ആവശ്യപ്പെടുന്നതിൽ കഥയില്ല. ഞാൻ പറയുന്നത് ഈ ക്ഷേത്രോത്സവത്തിൽ നവോത്ഥാന നായകരുടെ ചിത്രം ഒരു മത്സരിച്ചെന്ന പോലെ കാണിക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണ തൃശ്ശൂർ പൂരത്തിനാണ് ഇത് ആരംഭിച്ചത്. അന്നും ഞാനതിനെ അനുകൂലിക്കുന്ന ആളായിരുന്നില്ല. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തൃശ്ശൂർ പൂരത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. വലിയ നവോത്ഥാന നായകനായിരുന്നു. അത് ചെയ്തുകൂടാത്തതാണ്. ഉത്സവം അതിൻ്റെ ഒരു കോർ ചടങ്ങും ബാക്കി കാർണിവലും അടങ്ങിയ സാധനമാണ് ഉത്സവം. ഒന്ന് റിച്വൽ, ബാക്കി കാർണിവൽ. ഈ കാർണിവലിൻ്റെ പാർട്ടിലാണ് കുടമാറ്റം, അത് ഇതൊക്കെ. അതിനകത്ത് നിങ്ങൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന സെമി പൊളിറ്റിക്കൽ വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് 100% പൊളിറ്റിക്കലായിട്ട് മാറാൻ വലിയ നേരം വേണ്ട. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ഇന്നൊന്നും അല്ലല്ലോ, തൃശ്ശൂർ പൂരം ഇന്നല്ലല്ലോ തുടങ്ങിയത്. അപ്പോൾ ആ കർമ്മം കൊല്ലം പൂരത്താണോ? കൊല്ലം പൂരം ഇപ്പോൾ സംഭവിച്ച കൊല്ലത്ത്, തൃശ്ശൂരെ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ വിവാദത്തിന് പോകേണ്ടത്? അല്ല, ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ TG പറയുന്നത് ഇങ്ങനെ ഒറ്റ വാക്കി പറയാമോ? ഉത്സവത്തിൽ എഴുന്നള്ളിക്കേണ്ട ആളുകളല്ല നവോത്ഥാന നായകർ. അല്ല, ഹെഡ്ഗേവാർ ആണെങ്കിലും മഹാത്മാഗാന്ധി ആണെങ്കിലും ഉത്സവത്തിന് സാധാരണ നമ്മൾ അവതാര പുരുഷന് നിങ്ങൾ 10 അവതാരങ്ങൾ ഈ മുത്തുക്കുടകളിൽ എഴുന്നള്ളിച്ചാൽ ഒരു വിവാദം ഉണ്ടാവില്ല. ഉണ്ടാവും? ഇല്ല. പുരാണ കഥാപാത്രങ്ങൾ രാംലല്ലയെ കാണിച്ചത് വിവാദമായി. രാംലല്ലയെ കാണിച്ച വിവാദത്തിൽ ഞാൻ പറയാം, അതിൽ നിങ്ങൾക്കൊരു സേ ഉണ്ട്, വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ് എന്ന് തിരിച്ചു ചോദിക്കാം. മറ്റത് ഒരു വാശി തീർക്കലാണ്. അതിനകത്ത് ആ ഒരു വാശിയുടെ എലമെൻ്റ് ഉണ്ട്. അവർക്കത് ചെയ്യാമെങ്കിൽ എനിക്കിത് ചെയ്താലെന്താ? അവരത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കരുത്, നിങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ വിചാര കേന്ദ്രത്തിൽ ആക്റ്റീവായിരുന്നു. അപ്പോൾ അഗെയിൻ ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പരമേശ്വരജിയുമായിട്ടുള്ള ചർച്ചകളും ചിന്തകളുമാണ് വരാറുള്ളത്. വിചാര കേന്ദ്രം ഗീതാ ശിബിരങ്ങൾ നടത്തി. ഒരു പഞ്ചായത്തിൽ ഒരെണ്ണം വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പോൾ അന്ന് ഫസ്റ്റ് പരമേശ്വരജി പറഞ്ഞു, ഇതിൽ നിങ്ങൾ ഹോള് ബുക്ക് ചെയ്യും. ഈ ഹോള് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിക്കാരോ ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യും, നിങ്ങൾ വഴക്കുണ്ടാക്കും. അത് ചെയ്യരുത് എന്ന് ആദ്യം എനിക്ക് ഉറപ്പ് തരണം. പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആ ശിബിരം നെയ്യാറ്റിങ്കരയിലായിരുന്നു. നെയ്യാറ്റിങ്കര മുനിസിപ്പൽ ഹോളോ അങ്ങനെ രണ്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റിക്ക് ഏത് നിമിഷവും ക്യാൻസൽ ചെയ്യാം. അവർ തലേദിവസം ക്യാൻസൽ ചെയ്തു. അത് വഴക്കുണ്ടാക്കണം. മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു വക്കീലേക്ക്. പരമേശ്വർ പറഞ്ഞു, നോ, നിങ്ങൾ വേറൊരു ഹോള് രാത്രി കണ്ടുപിടിക്കുക. അങ്ങനെ അവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂൾ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ചിട്ട് ആ സ്കൂളിലെ ക്ലാസ് റൂമെല്ലാം ഒന്നാക്കി. രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ടി വന്നു.
അങ്ങോട്ടേക്ക് പരിപാടി മാറ്റി. നോ ക്ലാഷ്. ഒടുവിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാതെ പറവൂർ ടൗൺ ഹാളിൽ സുനിൽ പിള്ളയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരൊരു കൗണ്ടർ ഗീതാ ശിബിരം നടത്തി. ആ ശിബിരം നടത്തി ഏകദേശം ഉച്ചയായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഗീതയെ പ്രകീർത്തിച്ച് അവരുടെ ആൾക്കാർ തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഓരോ ശ്ലോകമൊക്കെ ഉദ്ധരിച്ച് ഈ അപ്പുറത്ത് പോകുമല്ലോ, കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അത് ചീറ്റിപ്പോയി. പിന്നെ അവരത് നടത്താൻ ധൈര്യപ്പെട്ടില്ല. വിചാരകേന്ദ്രം അന്ന് നടത്തിയത് 126 പഞ്ചായത്തിലാണ്. 1000 പഞ്ചായത്തുള്ളതിൽ 126 സ്ഥലത്ത്. അതേ സമയത്താണ് ജനകീയ ആസൂത്രണം നടക്കുന്നത്. 1000 പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ യോഗങ്ങൾ നടത്താൻ തോമസ് ഐസക് തീരുമാനിച്ചു. 310 എണ്ണത്തിൽ നടത്തി. 31%. അത് തന്നെ വലിയൊരു കാര്യം. ഒരു ഇനിഷ്യൽ ഇതെന്നുള്ള നിലയ്ക്ക് 31% വലിയ വിജയമായിട്ട് തോമസ് ഐസക് ആഘോഷിച്ചു. ഞാൻ പരമേശ്വരോട് പറഞ്ഞു, ഒരു സർക്കാരിൻ്റെയും പിന്തുണയില്ലാതെ അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് 126 പഞ്ചായത്തിൽ വിചാരകേന്ദ്രം ഗീതാശിബിരം നടത്തിയിരിക്കുന്നു. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ചിന്തയാണ്. ഇപ്പോഴത്തെ തലമുറ തന്ത വൈബ്, ഇതിനൊന്നും ആരും വരില്ല. നിറഞ്ഞ സദസ്സ്. സർക്കാരിൻ്റെ എല്ലാവിധ സാമഗ്രികളും ഉപയോഗിച്ച് തോമസ് ഐസക് നടത്തിയത് 310. ഒരു സർക്കാർ സഹായം മാത്രമല്ല, പാരവെപ്പും കൂടെ ഉണ്ടായിട്ടും വിചാരകേന്ദ്രം നടത്തിയത് 126. നൗ ടെൽ മീ ഹൂ ഈസ് സക്സസ്ഫുൾ വിത്തൗട്ട് എനി കൺഫ്രണ്ടേഷൻ. ഒരു സ്ഥലത്ത് അടിപിടിയോ ബഹളമോ ഒന്നുമില്ല. അവരൊരു കൗണ്ടർ നടത്താൻ പോയിട്ട് അത് പരാജയപ്പെടുകയും ചെയ്തു. ദിസ് ഈസ് ദ വേ RSS ഈസ് ഫങ്ഷനിങ്. RSS ഒരു അജിറ്റേഷൻ നടത്തുന്ന സംഘടനയല്ല. RSS വഴക്കിന് പോകുന്ന സംഘടനയല്ല. വഴക്ക് ഒരു അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് CPM. ഉള്ളവൻ ഇല്ലാത്തവൻ, ഇങ്ങനെ 2 വിഭജനം, യൂണിവേഴ്സലി അംഗീകരിക്കപ്പെട്ട 2 വിഭജനം. പോളറൈസേഷൻ എന്ന ഒരു മോശം വാക്കാണ്. ബട്ട് പോളറൈസ് ചെയ്യുന്ന ഇവരാണ്. ഇസ്ലാമിൽ നോക്കിക്കോളൂ, മുസ്ലിമും കാഫിറും. ഹിന്ദുവിലോ ഹിന്ദു അഹിന്ദു എന്ന് പറയുന്നൊരു വേർതിരിവില്ല. അഹിന്ദുവും ഒരു തരത്തിൽ ഹിന്ദുവാണ്. ഞാൻ സുനിലിനെ ഹിന്ദുവായിട്ട് അക്സെപ്റ്റ് ചെയ്യും, സുനിൽ സ്വയം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. ക്ലാഷ് ഇല്ലാത്ത ഒരു ഏർപ്പാടാണ് ഹിന്ദു. അന്യൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാടില്ല. എല്ലാം നാം. അതാണ് സംഘച്ഛദ്വം, സമ്മതത്വം. ഒരേപോലെ എല്ലാവരും ചേർന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക. ഒരാൾക്ക് സമ്മതമില്ലെങ്കിൽ അയാളെ നിർബന്ധിക്കേണ്ട, ഇപ്പം പതുക്കെ സമ്മതിച്ചോളൂ, കൂടെ കൊണ്ടുവരിക. അങ്ങനെയാണ് ഒരു പ്രിവെയിലിംഗ് തോട്ടായിട്ട് ഭാരതത്തിൽ സംഘം മാറിയത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻഡിക്കേഷനാണ് നരേന്ദ്രമോദി. നാളെ നരേന്ദ്രമോദി താഴെ വീണു എന്ന് വയ്ക്കുക, RSS പരാജയപ്പെട്ടു എന്ന് അർത്ഥമാകുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻഡിക്കേറ്റർ, പൊളിറ്റിക്കൽ ഇൻഡിക്കേറ്റർ. RSSൻ്റെ വളർച്ചയ്ക്ക് നിങ്ങൾക്കൊരു ഗേജില്ല, ഒരളവ് പോലില്ല. അപ്പോൾ പിന്നെ എല്ലാവരും നമുക്ക് വോട്ട് നോക്കാം, BJPക്ക് കിട്ടുന്ന വോട്ട് നോക്കാം. സംഘപരിവാറിലെ പൊളിറ്റിക്കൽ ആമാണല്ലോ BJP. ഇങ്ങനെയാണ് BJPയുടെ വളർച്ച, RSSൻ്റെ വളർച്ച എന്നുള്ളൊരു ഇക്വേഷൻ രൂപപ്പെട്ടത്. അത് പക്ഷേ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനല്ല. RSS പ്രബലശക്തിയായിട്ട് നിൽക്കുമ്പോൾ പോലും BJP മൂക്കും കുത്തി വീണ് 2 സീറ്റായിട്ടുണ്ട്, ഇല്ലേ? സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനല്ല. ബട്ട് വേറെ ഇക്വേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ശരി, ഇതൊരു ഇൻഡിക്കേഷൻ. ഹെഡ്ഗേവാറിൻ്റെ ഒന്നും പേര് ഇങ്ങനെ വലിച്ചഴയ്ക്കാൻ പാടില്ല. വലിച്ചഴയ്ക്കാതിരിക്കുന്നതാണ് ഭംഗി. അത് വാഗ്വാദം ചെയ്ത് ജയിക്കാനുള്ളതല്ല ഇത്. അത് അനുഭവിച്ച് മനസ്സിലാക്കി അതാണ് ശരി എന്ന് ബോധ്യം വരുമ്പോൾ ആൾക്കാർ കൂടെ വന്നോളും. അതിനുള്ള പ്രവൃത്തി ചെയ്യുക. ഒരുപാട് പേർക്ക് പ്രിയതരമല്ലാതാവുന്ന ഒരു കാര്യമാണ് TG പറയുന്നത്. അല്ല, പ്രിയതരമല്ലാതെ ആകുന്നത് അവർക്ക് പ്രിയതരമാകും. അവർ ശാന്തരായിട്ട് ആലോചിക്കും, പ്രിയതരമാകും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവരൊരു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, CPMുമായിട്ട് ക്ലാഷിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെ, TG ആലോചിക്കണം. ഞാൻ ട്രിവാൻഡ്രത്തെ കാര്യം കുറേ പറഞ്ഞല്ലോ. അവിടെ ഒരു ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കുളത്തിൽ ചെഗുവേരയുടെ പടമുള്ള കൊടി കൊണ്ട് കെട്ടി. പറിച്ചു കളയേണ്ടതാണ്. പറിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലും ചെയ്തുകൂടെ എന്ന് ആലോചിക്കുന്ന ഒരു തെറ്റാണോ? അല്ല, അതല്ല അതിന് പരിഹാരം. നിങ്ങൾക്കൊരു പ്രശ്നത്തിന് പരിഹാരമാണല്ലോ വേണ്ടത്.
അടിക്ക് തിരിച്ചടി എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. ഈ അടി തന്നെ ഇല്ലാതാക്കുന്ന ഒരു അടിയുണ്ട്. അടിക്കാൻ അയാൾക്ക് ധൈര്യമില്ലാതായി പോകുന്ന സിറ്റുവേഷൻ കൊണ്ടുവരിക. അത് നിങ്ങളുടെ കായബലം കൊണ്ട്, കായബലം പലപ്പോഴും ആവശ്യമായിട്ട് വരും. എന്നാലും പ്രാഥമികമായിട്ട് അതല്ല, അത് സ്നേഹത്തിൻ്റെ രീതിയിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ RSSന് പലതവണ നിരോധിക്കപ്പെട്ടിട്ടും ഒരിക്കൽ പോലും RSS ഒരു അക്രമ പ്രവർത്തനത്തിനോ അട്ടിമറിക്കോ പോയിട്ടില്ല, പോകുമായിരുന്നുമില്ല. എന്തുകൊണ്ടാണ് പോകാഞ്ഞത്? RSS വിചാരിച്ചു കഴിഞ്ഞാൽ 10 റെയിൽ പാളം പൊളിച്ചു കളയാനോ 4 പാലത്തിന് ബോംബ് വയ്ക്കാനോ ഒക്കെ സാധിക്കും ഭാരതത്തിൽ. അതിനൊക്കെയുള്ള ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കലിങ്ക് പോലും RSS പൊളിച്ചു കളഞ്ഞിട്ടില്ല. ലോ അബൈഡിങ് ആണ് RSS പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ചെയ്യില്ല. പോലീസുകാരെ എത്ര ക്രൂരമായിട്ട് തല്ലി അടിയന്തരാവസ്ഥയിൽ. ബട്ട് ഒരു പോലീസുകാരനെതിരെ പോലും RSS കേസ് കൊടുത്തില്ല. കൊടുക്കാമായിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ. ഒറ്റയോ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ, വളരെ ക്രൂരമായിട്ട് പേഴ്സണൽ ലെവലിൽ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അധികാരത്തിൽ വന്നിട്ടും ഒരു പ്രതികാര നടപടിയും കോൺഗ്രസിനെതിരെ ഉണ്ടായില്ല. സാധാരണ കോൺഗ്രസ്സുകാരായിട്ട് തന്നെ ഒറ്റിക്കൊടുത്തവർ, പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചവരെ എല്ലാം സ്വതന്ത്രമായിട്ട് നടന്നു. അന്ന് ദേവറസ്ജി പറഞ്ഞത്, ഈ ഓർക്കാപ്പുറത്ത് നമ്മുടെ പല്ല് തന്നെ നമ്മുടെ നാക്കിനെ കടിക്കും. അത് കടിച്ചു എന്ന് വിചാരിച്ചിട്ട് പല്ലടിച്ച് പൊട്ടിക്കരുത്. ദിസ് വാസ് ഹിസ് അഡ്വൈസ്. ഒരു പ്രതികാര നടപടിയും പാടില്ല. അല്ലെങ്കിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ, ഇപ്പം ഈ നടക്കുന്ന സുധാകരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ അല്ലേ, തല്ലുകൊണ്ട് വശകേടായനെയാണ് RSSൻ്റെ. ഒന്നും സംഭവിച്ചില്ല, മണ്ണ് പോലും നുള്ളിയിട്ടില്ല. ദേവശ്രീ പറഞ്ഞു, വിട്ടേക്ക്, അതൊരു അബദ്ധം പറ്റി നമ്മുടെ ചരിത്രത്തിൽ. അത്രയും ലിബറലായിട്ട് നാടിനെ നാട് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇവിടെ ഹമാസിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തെ കട തല്ലിപ്പൊളിക്കുക. യു വിൽ ഇമ്മീഡിയറ്റ്ലി ഫീൽ എ റെസ്പോൺസ്. അങ്ങനെ അത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഈ നിരപരാധിയായ എറണാകുളത്തെ കടക്കാർ എന്ത് പഴിച്ചു? അത് ചെയ്തുകൂടല്ലോ. അത് സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിലും ഈ എറണാകുളം എന്ന് പറയുന്ന പൊതുമുതലിൻ്റെ ഒരു ഭാഗമാണത്. അത് ചെയ്തുകൂടാ. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള മത്സരത്തിൽ ഞാനതിന് വിരുദ്ധമായിട്ട് അവരുടെ കൂടെയല്ല എന്ന് അവർക്ക് തോന്നും. ബട്ട് ശാന്തമായിട്ട് ഈ ബഹളം കഴിഞ്ഞുള്ള ബൈഠക്കിൽ ഒരു പക്ഷേ ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേട്ടവരുണ്ടെങ്കിൽ അവർ പറയും, ആ ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ എന്ന് പറയും. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് അധികം ഈ BJP അധികാരത്തിൽ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി, പന്തളം മുനിസിപ്പാലിറ്റി, തിരുവനന്തപുരത്ത് കുറച്ച് സീറ്റ്, ഇങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ആ പാലക്കാടാണ് ഹെഡ് ഗവർണറെ ചൊല്ലി ബഹളം. നിങ്ങൾക്ക് ഡൽഹിയിൽ ഭരണമുണ്ട്, ഗുജറാത്തിൽ എത്രയോ വർഷമായി, മധ്യപ്രദേശിലുണ്ട്, ഒറീസയിലുണ്ട്, ആസാമിലുണ്ട്. എത്ര ഹെഡ് ഗവർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവിടെ. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അവർ 500 ഉണ്ടാക്കി, രാഹുൽ ഗാന്ധിയുടെ പേരിൽ 450 ഉണ്ടാക്കി. അതുകൊണ്ട് ഹെഡ് ഗവാറിൻ്റെ പേരിൽ ഞാൻ 1500 ഉണ്ടാക്കും. ഈസ് ഇറ്റ് എ ഗുഡ് തിങ് ടു ഡു? ഈസ് ദിസ് എ വേ ഓഫ് പ്രൊപ്പഗേറ്റിംഗ് ഐഡിയാസ്? ഞാൻ ഈ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവിനെ വന്ന് കണ്ട ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നില്ല. ഭയങ്കര ദേഷ്യത്തിൽ കാർന്നവർ ദൂരെ നിന്ന് വരുന്നു. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ പറഞ്ഞതേ, ചട്ടമ്പി വരുന്നുണ്ട്, എന്തോ ദേഷ്യത്തിലാണ്. അപ്പോൾ ഈ വരവ് കാണുമ്പോൾ അറിയാം ദേഷ്യത്തിലാണ്. വന്നു, ആശ്രമത്തിൽ വരുന്നില്ല, പുറത്ത് മരച്ചോട്ടിലിരുന്നു. നാണുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നാണു ഓടിച്ചെന്നു. എന്താ ചട്ടമ്പി, എന്താ പ്രശ്നം? നീ എന്ന് മുതലേ ഈ അമ്പലം പണിയാൻ തുടങ്ങിയത്? അല്ല, അത് ആളുകൾക്കത് ആവശ്യമാണ്, ഞാനത് ചെയ്തു. ഇതിനാണ് ഞാൻ നീ ഇവിടെ വന്നത്. അപ്പം ഗുരു പറഞ്ഞു, അതിനല്ല. ശരിക്കും പറഞ്ഞാൽ നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഇഹലോകത്തിലേക്കുള്ള വരവ് അമ്പലം പണിയാനൊന്നുമല്ല, ആധ്യാത്മികമായിട്ട് ജനങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്പലം പണി വേണം എന്ന് ഗുരുദേവൻ തീരുമാനിക്കുകയും ചെയ്യുകയൊക്കെയാണ്. അദ്വൈതിയായ ഗുരുദേവൻ ക്ഷേത്രം വയ്ക്കേണ്ട കാര്യമില്ല. ഇത് വാഗ്ഭടാനന്ദനും ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട്. എന്തുവായിക്കോട്ടെ, ചട്ടമ്പി സ്വാമി ചോദിച്ചു, വാൽമീകിയും വ്യാസനും എത്ര അമ്പലം വെച്ചിട്ടുണ്ട് ചട്ടമ്പി? ചട്ടമ്പി
വേണമെങ്കിൽ അതിന് മറുപടി പറയാം. ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയുന്നവനാണ് നാരായണ ഗുരു. പൊട്ടിച്ചിരിപ്പിക്കുന്ന മറുപടിയല്ല, അത് മുഖമടച്ചുള്ളതല്ല. ബട്ട് സ്റ്റിൽ മറുപടി പറഞ്ഞില്ല. ചട്ടമ്പി സ്വാമി പറഞ്ഞു, ഇനി ഈ വിഷയം ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, കഞ്ഞി കുടിക്കാം, വേണ്ടവണ്ടങ്ങ് പോയി. നൗ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞൊരു പോയിന്റില്ലേ, നമ്മൾ മഹാക്ഷേത്രങ്ങളെപ്പറ്റി പറയുന്നു. ഒരു മഹാക്ഷേത്രവും നിർമ്മിക്കാതെ ഹിന്ദുത്വത്തെ നിലനിർത്തിയ വ്യക്തികളാണ് വാൽമീകിയും വ്യാസനും. ഒരു ക്ഷേത്രവും ഇല്ലാത്ത സ്ഥലത്തും രാമായണം വായിക്കപ്പെടും, വിദേശ രാജ്യങ്ങളിൽ വായിക്കപ്പെടും. ഇത്രയധികം വേർഷൻസ് ഉള്ളൊരു പുസ്തകം വേറെയില്ല. സീത രാമൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു വരെ രാമായണം. അത്രയും വികൃതമായ രീതിയിലേക്ക് പോകും. ബട്ട് ബേസിക് തന്തു കാവ്യം സുഗേയം കഥ രാഘവീയം. അപ്പോൾ ആര് ജയിച്ചു? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയ ആൾ ജയിച്ചോ, അതോ കൾച്ചറൽ ആക്ടിവിറ്റി നടത്തിയ ആൾ ജയിച്ചോ? അയാൾ ജയിച്ചു, ഇയാൾ തോറ്റു എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ആൻ ഇന്നെവിറ്റബിലിറ്റി. ഇന്നെവിറ്റബിളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ശരി, RSS തന്നെ സ്വന്തം കാര്യാലയങ്ങളെ അഗെയിൻ പരമേശ്വർജി നെസസറി ഈവിൾ എന്നാണ് വിശേഷിപ്പിച്ചത്. കാര്യാലയം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് കാര്യാലയങ്ങളുണ്ട്, മൾട്ടി സ്റ്റോറിയുണ്ട്. ഇപ്പം താമസിക്കേണ്ട ആൾക്കാർക്ക് ഓഫീസ് വേണ്ട, വർക്ക് നടക്കുന്നത്, അത് നെസസറിയാണ്. ബട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഈവിളാണ്. നാളെ ഒരു കാലത്ത് ഇതിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി തർക്കം ഉണ്ടാവാം, കേസുണ്ടാവാം, അടിപിടി ഉണ്ടാവാം. കാരണം ഭൂമിയുടെ വില കൂടുന്നു, പ്രോപ്പർട്ടി കുറച്ച് കാലം കഴിയുമ്പോൾ മനുഷ്യരാണ് വഴക്കുണ്ടായിരുന്നു വരാൻ. അതൊരു ഈവിളാണ്. അപ്പം അതുകൊണ്ട് പരമേശ്വർജി അതിനെ നെസസറി ഈവിൾ എന്ന് വിളിച്ചു. ആവശ്യമുള്ള ഒരു ദുരിതം ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബട്ട് കൾച്ചറൽ ആക്ടിവിറ്റി അങ്ങനെയല്ല. രാമായണം എഴുതിയൊന്നുമല്ലല്ലോ ആൾക്കാർ കൈമാറ്റം ചെയ്തത്, എഴുത്തും ലിപിയും ഒക്കെ പിന്നീട് വന്നതല്ലേ. അതിന് മുമ്പ് എങ്ങനെ രാമായണം പാടി 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 കേട്ട് 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 എത്ര തലമുറകൾ കൈമാറി. മഹാഭാരതവും അങ്ങനെ തന്നെ. അപ്പോൾ വ്യാസനും വാൽമീകിയും എന്നുള്ള ചട്ടമ്പി സ്വാമികളുടെ ഉദാഹരണം വളരെ ആപ്റ്റാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുക, അതിന് പേരിടുക എന്നൊക്കെ പറയുന്നത് ഒരു മുഖ്യധർമ്മമല്ല. പ്രാധാന്യം കുറഞ്ഞ, സംസ്കൃതത്തിൽ ഗൗണകർമ്മം എന്ന് പറയുന്നു, പ്രാധാന്യം കുറഞ്ഞ ഒരു ആക്ടിവിറ്റി. അത് എത്ര കണ്ട് വേണം എന്നുള്ളത് ബന്ധപ്പെട്ടവരാലോചിക്കട്ടെ. ഏതായാലും ഞാനും ആലോചിക്കാത്തൊരു തലത്തിലേക്കാണ് TG കൊണ്ടുപോയത്. ഞാൻ കരുതി TG പറയാൻ പോകുന്നത് എന്തൊരു മര്യാദകട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നൊക്കെ പോലീസും CPM ചെയ്യുന്നതൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വിഷയം എടുത്തിട്ടത്. അല്ല, അത് കേൾക്കുമ്പോൾ ഉടനെ പോലീസിനെ കുറ്റം പറയുക, അതൊരു രാഷ്ട്രീയമല്ലേ. കേട്ടപാടെ അതെന്ന് വെച്ചാൽ പിണറായി വിജയനാണ് ആഭ്യന്തരം ഭരിക്കുന്നത്, അപ്പോൾ അയാളെ കുറ്റം പറയണം. അല്ല, എൻ്റെ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങോട്ട് പോകുന്നത്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു വശം ആലോചിക്കാൻ, ഇപ്പോൾ പറഞ്ഞ പോലെ അടുത്ത ബൈടെക്കിൽ ഇങ്ങനെ ഒരു ആലോചന കൂടെ വരട്ടെ. ശരി, ചില നല്ല പേരുകൾ ഇങ്ങനെ തെരുവിൽ വലിച്ചെടുക്കേണ്ടതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.